IUI എന്ന് പറഞ്ഞാൽ ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ എന്നാണ്. അതൊരു ആർട്ടിഫിഷ്യൽ റീപ്രൊഡക്റ്റീവ് ടെക്നോളജിയിൽ വരുന്ന ഒരു ബേസിക് ഒരു പ്രൊസീജിയറാണ്. അത് കൂടുതലും മെയിൽ ഫാക്ടർ, അതായത് സ്പേം ക്വാളിറ്റിക്ക് അല്ലെങ്കിൽ കൗണ്ടിന് കുറവുള്ള കപ്പിൾസിനാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അത് യൂഷ്വലി നമ്മൾ ഫീമെയിൽ ഫാക്ടറിനെ ആദ്യം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. അതായത് ട്യൂബിൽ ബ്ലോക്ക് ഒന്നും ഇല്ല, ബാക്കി ഹോർമോൺ ഇവാലുവേഷൻ എല്ലാം നോർമൽ ആയിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ IUIക്ക് നമ്മൾ തുടങ്ങുമ്പോൾ ആദ്യം പേഷ്യൻറ്റിൻ്റെ രണ്ടാമത്തെ ദിവസം നമ്മൾ ഒരു സ്കാൻ ചെയ്യുന്നതായിരിക്കും. സ്കാനിൽ വേറെ എന്തെങ്കിലും മുഴയോ ഇല്ലെങ്കിൽ സിസ്റ്റോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആദ്യം കണ്ടുപിടിക്കും. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ദിവസം തൊട്ട് നമ്മൾ ഫീമെയിലിൽ നമ്മൾ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. മെഡിസിൻസ് യൂഷ്വലി ഒന്നുകിൽ ടാബ്ലറ്റ്സ് ആയിരിക്കാം, ഇല്ലെങ്കിൽ ഇഞ്ചെക്റ്റബിൾസ് ആയിരിക്കാം. എന്നിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ റെഗുലർ ഇൻ്റർവെൽസിൽ നമ്മൾ സ്കാൻ ചെയ്യുന്നതായിരിക്കും. അത് അണ്ടം വളരുന്നുണ്ടോ എന്നൊക്കെ മോണിറ്റർ ചെയ്യാനായിട്ട്. അണ്ടത്തിൻ്റെ സൈസ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ അടുത്ത ഡോസ് ഓഫ് മെഡിസിൻ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. എന്നിട്ട് അണ്ടം കറക്റ്റ് സൈസ് ആകുമ്പോൾ, അതായത് ഒരു 20 to 22 millimeter സൈസ് ആകുമ്പോഴും അതിനോടൊപ്പം തന്നെ ഗർഭപാത്രത്തിൻ്റെ കട്ടിയും നല്ലപോലെ ഒരു മിനിമം 8 millimeter ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഇഞ്ചെക്ഷൻ കൊടുക്കും. അതായത് ഓവുലേഷന് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഇഞ്ചെക്ഷൻ കൊടുക്കുന്നതായിരിക്കും. ഓവുലേഷൻ നടക്കാനുള്ള ഇഞ്ചെക്ഷൻ കൊടുത്തിട്ട് ഒരു കറക്റ്റ് ഒരു 36 മണിക്കൂറിന് ശേഷമായിരിക്കും നമ്മൾ യൂഷ്വലി IUI ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇതിനോടൊപ്പം തന്നെ നമ്മൾ IUI പ്രൊസീജിയർ ചെയ്യുന്ന ദിവസം നമ്മൾ ഹസ്ബൻഡിൻ്റെ, അതായത് മെയിൽ പാർട്ട്ണറിൻ്റെ ബീജം കളക്ട് ചെയ്യുന്നതായിരിക്കും. കളക്ട് ചെയ്തതിന് ശേഷം നമ്മളതിനെ വാഷ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് ഗുഡ് ക്വാളിറ്റി സ്പേംസിനെ കളക്ട് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് ഒരു കാത്തീറ്റർ വഴി നമ്മൾ ഫീമെയിൽ യൂട്രൈൻ ക്യാവിറ്റിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അതിനെയാണ് നമ്മൾ ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് വേറൊരു പ്രൊസീജിയർ ഉണ്ട്, അതായത് ഡബിൾ IUI. അതായത് 2 പ്രാവശ്യം നമ്മൾ IUI ചെയ്യുന്നു. അതിൽ ഫസ്റ്റ് IUI നമ്മൾ ചെയ്യുന്നത് ഓവുലേഷൻ നടക്കുന്നതിന് മുമ്പായിട്ട്. അതായത് അണ്ടം കറക്റ്റ് മാക്സിമം സൈസ് വളർന്ന് എൻഡോമെട്രിയത്തിൻ്റെ കട്ടിയും അഡിക്വറ്റ് ആയ സമയത്ത് നമ്മൾ ഒരു സ്പേമിൻ്റെ സെമൻ സാമ്പിൾ എടുത്ത് പ്രോസസ്സ് ചെയ്ത് വാഷ് ചെയ്ത് നമ്മൾ ഒരിക്കൽ IUI ചെയ്യുന്നു. പിന്നീട് നമ്മൾ ഇഞ്ചെക്ഷൻ, ഓവുലേഷൻ നടക്കാനായിട്ടുള്ള ഇഞ്ചെക്ഷൻ കൊടുത്ത് ഒരു വിത്തിൻ 36 hours നമ്മൾ അടുത്ത പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുന്നു. ഡബിൾ IUI ചെയ്യുന്നതിൽ നമ്മൾ കൂടുതൽ സക്സസ് റേറ്റ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നു. പൊതുവേ ഓവറോൾ ആയിട്ട് നമ്മൾ IUIയുടെ സക്സസ് എന്ന് പറയുന്നത് ഒരു 15 to 20% ആണ്.